ഹലോ ഫ്രണ്ട്സ്, ക്രിപ്റ്റോ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ പോകുന്നുള്ള ഒരു കിഡിലൻ എയർ ഡ്രോപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ ഈ വീഡിയോക്ക് ഏകദേശം ഒരു 20 ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ 20 ലൈക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഒന്നാമത് നമ്മൾ വീഡിയോ അത്ര റീച്ചും കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, റീസെൻ്റ്ലി ഞാനൊരു എയർ ഡ്രോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റാവേഴ്സ് HQ സാഗ 1 എന്ന് പറഞ്ഞൊരു എയർ ഡ്രോപ്പാണ്. അപ്പോൾ ഇതുവരെ ഈ എയർ ഡ്രോപ്പിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്യാത്തവരുള്ളവരാണ് എങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഈ എയർ ഡ്രോപ്പ് ചെയ്യണം. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറയാൻ കാരണം വെച്ചാൽ, ഇവർ ഇതിൻ്റെ മുന്നേ ഒരു എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മെറ്റാഫേസ് HQ സാഗ 0 എന്ന് പറഞ്ഞൊരു എയർ ഡ്രോപ്പാണ് ഇവർ ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 28-ാം തീയതി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. HQ എന്ന് പറഞ്ഞ ഒരു ടോക്കൺ ആയിരുന്നു ഇവരുടെ ഈ ടോക്കൺ എന്ന് പറയുന്നത്. ആ എയർ ഡ്രോപ്പിൽ ഏകദേശം $400 മുതൽ $4000 വർത്ത് ഓഫ് ടോക്കൺസ് ആയിരുന്നു, HQ ടോക്കൺസ് ആയിരുന്നു എല്ലാവർക്കും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. കാരണം അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് അല്ല. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ മെമ്പേഴ്സ് മാത്രമായിരുന്നു ഈ എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ സെക്കൻഡ് എയർ ഡ്രോപ്പ് സാഗ 1 ഇപ്പോൾ കറന്റ് റണ്ണിങ് ആണ്. കഴിഞ്ഞ 28-ാം തീയതിന് ശേഷമാണ് ഇത് റൺ ആയത്. അതുകൊണ്ട് നിങ്ങൾ മിസ്സാക്കി കളയേണ്ട. വളരെ ഏർലി സ്റ്റേജിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ മിസ്സാക്കാതെ എയർ ഡ്രോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് വന്ന കാര്യത്തിലോട്ട് കടക്കാം. അപ്പോൾ സോണിയം എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് നെറ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി എല്ലാവരും സോണിയത്തിൻ്റെ ടെസ്റ്റ് നെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അത്രയും നല്ലൊരു ഒരു ബാക്കപ്പ് ഉള്ള ഒരു കമ്പനിയാണ് സോണി എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു മെയിൻ ഇക്കോസിസ്റ്റം ആണ് സോണി എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാക്കാതെ ഈ സോണിയം ടെസ്റ്റ് നെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ ടെസ്റ്റ് നെറ്റ് ചെയ്തവർക്ക് റിവാർഡും കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവരുടെ മെയിൻ നെറ്റാണ് കറന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് മെയിൻ നെറ്റിൽ നിന്ന് റിവാർഡ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, അവർ റീസെൻ്റ്ലി അവരുടെ സോണിയം OG ബാഡ്ജ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോണിയം OG ബാഡ്ജ് ഉള്ളവർക്ക് നല്ല രീതിയിൽ ഒരു റിവാർഡ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാക്കാതെ സോണിയം OG ബാഡ്ജ് ക്ലെയിം ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അവർ ഒരുപാട് ഗാലക്സി ടാസ്കും അതുപോലെ തന്നെ മറ്റൊരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ടാസ്കൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് സോണിയം മെയിൻ നെറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഫീ ലെവലിൽ നമുക്ക് എങ്ങനെ ഇത് ക്ലെയിം ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഹൗ ടു ക്ലെയിം യുവർ OG ബാഡ്ജ്. അപ്പോൾ അതായത് OG ബാഡ്ജ് ക്ലെയിം ചെയ്യാൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 45 ട്രാൻസാക്ഷൻ ഓൺ സോണിയ മെയിൻ നെറ്റ്. അതായത് നമ്മൾ മിനിമം 45 ട്രാൻസാക്ഷൻ സോണിയ മെയിൻ നെറ്റിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 14th ജാനുവരി മുതൽ 27th ഫെബ്രുവരി ആണ്. ഓക്കെ, അതായത് 45 ഡേയ്സ് ആണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഫെബ്രുവരി 7th ഒക്കെ ഇന്ന് ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഡേയ്സും കൂടെ ഉള്ളൂ. അപ്പോൾ ആ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ 45 ട്രാൻസാക്ഷൻ സോണിയ മെയിൻ നെറ്റിൽ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഏതൊക്കെ ലെവലിലാണ് നമുക്ക് ഇവരുടെ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെന്ന് പറഞ്ഞാൽ അവരുടെ OG ബാഡ്ജ് ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു NFT ഉണ്ട്, സോണിയം മെയിൻ നെറ്റ് ഏർലി ബേർഡ് എന്ന് പറഞ്ഞ ഒരു NFT ഉണ്ട്. അതും നമുക്ക് ഇതിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ക്ലെയിം ചെയ്യാൻ ശ്രമിക്കാം, മിസ്സാക്കേണ്ട. അത്യാവശ്യം നല്ലൊരു എയർ ഡ്രോപ്പ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഗാലക്സി ടാസ്ക് ഉണ്ട് സോഡിയുടെ, അതും നിങ്ങൾക്ക് ഇതിലൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഗാലക്സി ടാസ്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ നെറ്റിൽ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ബാഡ്ജ് എങ്ങനെ ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാഡ്ജ് ക്ലെയിം ചെയ്യാൻ നമുക്ക് മെയിനായിട്ട് സോണി നെറ്റ്വർക്കിൽ എതേറിയം വേണം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സോണിയുടെ വെബ്സൈറ്റിലെത്തും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡാപ്സും കാര്യങ്ങളൊക്കെ ഇവരുടെ ഇതിൽ ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം. ഇഷ്ടം പോലെ ഡാപ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഞാൻ മെയിനായിട്ട് പറയുന്ന 2 ഡാപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൽ ഇൻട്രാക്ട് ചെയ്യാവുന്ന ഒരുപാട് ഇഷ്ടം പോലെ ഡാപ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് ഏതിലാണ് കുറഞ്ഞ ഫീ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, ഏതായാലും ഞാൻ പറയുന്നത് വളരെ കുറഞ്ഞ ഫീ ഉള്ള ഡാപ്സും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കുറച്ച് എതേറിയം നിങ്ങൾക്ക് വേണം. സോണി മെയിൻ നെറ്റിൽ എതേറിയം വേണം. അവരുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ബ്രിഡ്ജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സൂപ്പർ ബ്രിഡ്ജ് എടുക്കുക. സൂപ്പർ ബ്രിഡ്ജ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്യാനുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ മെറ്റാമാസ്ക് വാലറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇവിടെ എതേറിയം എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഓൾറെഡി എതേറിയത്തൊന്ന് നിങ്ങൾ
ട്രാൻസ്ഫർ ചെയ്യരുത്. കാരണം എതേറിയത്തിൽ നിന്നൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫീ വരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എതേറിയത്തിൽ നിന്ന് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒ പി മെയിൻനെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബേസ് ഉണ്ട്, അതുപോലെ തന്നെ സോർ ഉണ്ട്, നമുക്ക് മറ്റ് പല ഒരുപാട് ലെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് ലെയറും യൂസ് ചെയ്യാം. ഞാൻ ബേസിൽ നിന്നാണ് ചെയ്തത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എതേറിയത്തിൽ നിന്ന് ഒഴികെ ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയാണ് ഫീ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാൻ ബേസിൽ നിന്നാണ് ചെയ്തത്. ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മിനിമം ഒരു $5 വർത്ത് ഓഫ് എതേറിയം നിങ്ങൾ എന്ത് ചെയ്യുക, സോണിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലിപ്പോൾ $5 വർത്ത് ഓഫ് എതേറിയം ഇല്ല, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഏകദേശം ഉണ്ടല്ലേ 2 ട്രാൻസാക്ഷനാണ് സോണിയ മെയിൻനെറ്റിൽ ഞാൻ ബേസിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫീ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഫീയിൽ വേരിയേഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫീ നിങ്ങൾ എത്രയാണ് ഫീ വരുന്നത് അത് കുറയുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ചെയ്ത സമയത്ത് ഞാൻ ബേസിൽ നിന്ന് അയച്ചതെന്ന് പറഞ്ഞാൽ 0.051 എതേറിയാണ് അയച്ചത്. എനിക്കത് സോണിയത്തിൽ റിസീവ് ആയത് 0.0508 ആണ്. അതായത് ചെറിയൊരു ഫീ ആണ് എനിക്കവിടെ വന്നിട്ടുള്ളത്. വളരെ ഒരുപാട് ഫീ ഒന്നും എനിക്ക് വന്നിട്ടില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീ ഒക്കെ നോക്കിയിട്ട് എത്രയാണ് വരുന്നത് അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ബേസ്, ഒ പി, അതുപോലെ തന്നെ സോറയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ത്രൂ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. സോ ഓക്കെ, അപ്പോൾ അത്രയാണ് നിങ്ങൾ സോണിയ മെയിൻനെറ്റിലോട്ട് ആദ്യം ഫണ്ട് കൊണ്ടുവരേണ്ടത്, എതേറിയം കൊണ്ടുവരേണ്ട വർക്ക്. ഓക്കെ, ഫണ്ട് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവരുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കിയോ ഫിനാൻസ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഡാപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേറെയും ഡാപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഒരുപാട് ഡാപ്സ് ഉണ്ട്, എല്ലാ ഡാപ്സും ചെക്ക് ചെയ്തിട്ട് നോക്കുക. ഞാൻ ഏതായാലും കിയോ ഫിനാൻസ് ആണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ലിങ്ക് ഉണ്ടല്ലോ, എക്സിൻ്റെ അപ്പുറത്ത്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വെബ്സൈറ്റിലോട്ട് എത്തും. അപ്പോൾ ഗൈസ്, നിങ്ങൾ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ മെറ്റാമാസ്കായിട്ട് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ നെറ്റ്വർക്ക് സോണി നെറ്റ്വർക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ സ്വാപ്പിൽ വരിക. സ്വാപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എതേറിയം എടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് USDC എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഞാനിപ്പോൾ $1 ഇതിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കുക, ചിലപ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ചില സമയത്ത് ആദ്യം ചെയ്തപ്പോൾ വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ വീഡിയോക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് എറർ വന്ന്. അപ്പോൾ ഏതായാലും നോക്കുക, നിങ്ങൾ ഏറ്റവും മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര എമൗണ്ട് ആണോ അത്രയും മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിൽ കുറച്ച് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത വളരെ കുറഞ്ഞ എമൗണ്ട് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ. ഇതൊക്കെ വളരെ കുറഞ്ഞൊരു എമൗണ്ടിലുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞ അളവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ചൂസ് ചെയ്യുക, എമൗണ്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ സ്വാപ്പ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ജസ്റ്റ് എനിക്ക് എന്തില്ല ഒരു എറർ വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ ഒരു എതേറിയത്തിൻ്റെ ഒരു 25% ഞാൻ ട്രാൻസാക്ഷൻ നോക്കാം. ഏകദേശം $3. ഓക്കെ, ജസ്റ്റ് സ്വാപ്പ് ചെയ്യുന്നുണ്ട്. അത് ആയിട്ടുണ്ട്. ഓക്കെ, $3 എനിക്ക് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം $3 അല്ല ചെയ്തത്, $1 ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് സക്സസ് ആയിരുന്നു. ഇപ്പോൾ എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഞാനിപ്പോൾ രണ്ടാമത് ഇതിലോട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ട്രാൻസാക്ഷൻ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കൺഫേം ചെയ്യുന്നു. എനിക്ക് ഫീ ആയിട്ട് വരുന്നത് $0.01 ആണ് എനിക്ക് ഫീ ആയിട്ട് വന്നത്. ഏതായാലും സ്വാപ്പ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമ്മൾ USDC നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ എതേറിയം എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം USDC ആക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താ ഈ അടിയിലുണ്ടല്ലോ എതേറിയം എന്നുള്ള 75% ഞാൻ എൻ്റെ ഇതിലോട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അത്ര ആവശ്യമൊന്നുമില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ വെക്കുന്നില്ല. ഓക്കെ, ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ ഞാൻ ട്രാൻസാക്ഷൻ ചെയ്യാണ്. നമുക്ക് മാക്സിമം എന്താണ്, നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ ഒരുപാട് അധികരിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ ഫീ എന്ന് വരുന്നത് വളരെ കുറഞ്ഞൊരു എമൗണ്ട് ഫീ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ കൺഫർമേഷൻ മെസ്സേജ് വരുമ്പോൾ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഏതായാലും പകുതി എമൗണ്ട് ഇങ്ങോട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഇനിയിപ്പോൾ $2.2 ആണ് എനിക്ക് അവിടെ ബാക്കിയുള്ളത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എതേറിയത്തിൽ നിന്ന് അല്ലാതെ അടുത്തെടുക്കുക, വേറൊരു ടോക്കൺ എടുക്കുക. ഞാൻ A* എന്നുള്ള ഈ ടോക്കൺ എടുക്കുന്നുണ്ട്. ടോക്കൺ എടുത്തതിന് ശേഷം നമുക്ക് ഏതാണ് വളരെ കുറഞ്ഞൊരു എമൗണ്ട് ഞാൻ കാണിച്ചു തരാം. 0.01 മാത്രമാണ് ഞാൻ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഓക്കെ, വളരെ കുറഞ്ഞൊരു എമൗണ്ട് മാത്രം. ഓക്കെ, അങ്ങനെ ഇവിടെ വരുന്ന ഓരോ ടോക്കണിലോട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, സ്വാപ്പ് കൊടുക്കാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഫീ എന്നുള്ളതൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. നമുക്ക് എനിക്ക് വന്ന നെറ്റ്വർക്ക് ഫീ എന്ന് പറയുന്നത് 0.01 ആണ്. ഞാൻ അത്രയേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, പക്ഷേ ഫീ അത്ര വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫീയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്ത ഈ USDC എന്നായിരിക്കും നിങ്ങൾക്ക് പോവുക.
സോറി USDC എന്നല്ല, എതേറിയത്തിൽ നിന്നായിരിക്കും. വളരെ കുറഞ്ഞ ഫീയേ വരത്തുള്ളൂ. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കുറഞ്ഞൊരു എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഓരോ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഓരോതിലും എത്ര ടോക്കൺ ഉണ്ടോ അത്ര ടോക്കണിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എമൗണ്ട് ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു 10-15 ട്രാൻസാക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി കിട്ടും. ഇവരുടെ ഈ ഇതിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവരുടെ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് ഭാവിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സോണിയത്തിൽ തന്നെ വേറെയും ഒരുപാട് ഡാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ഡാപ്സും നിങ്ങൾ എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഫീ ഏതിലാണ് കുറവ്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ നല്ല കുറഞ്ഞ ഇതിൽ ട്രാൻസാക്ഷൻ ഏതിലാണ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം തിരിച്ചു നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങോട്ട് ചെയ്തില്ല അതേപോലെ തിരിച്ച് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അല്ല വരുന്നത്, 2 ട്രാൻസാക്ഷൻ ആണ് വരുന്നത്. സോ ചില സമയത്ത് 2 ട്രാൻസാക്ഷൻ വരും. ആദ്യം നിങ്ങൾ അപ്രൂവ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് വരും, അതിനൊരു ട്രാൻസാക്ഷൻ നമുക്ക് ഫീ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളത് കൺഫേം ചെയ്യാനും ഒരു ട്രാൻസാക്ഷൻ വരുന്നത്. അങ്ങനെ 2 ട്രാൻസാക്ഷനാണ് ഒരു കോയിനിലോട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ 20 പ്രാവശ്യം ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 40 ട്രാൻസാക്ഷനാണ് അവിടെ ആവുന്നത്. സോ ഇതിലുള്ള ഓരോ ടോക്കൺ എടുത്തിട്ട് എന്ത് ചെയ്യുക, USDCന്ന് വളരെ കുറഞ്ഞൊരു എമൗണ്ട് എടുത്തിട്ട് സ്വാപ്പ് ചെയ്തുക. ഓക്കെ, ഇതുവരെ നമ്മൾ ട്രാൻസാക്ഷൻ ഒക്കെ എവിടെ നോക്കുക എന്ന് വെച്ചാൽ നമ്മൾ മെറ്റാമാസ്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ റീസെൻ്റ്ലി ചെയ്ത ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ഞാൻ ഇതൊക്കെ റീസെൻ്റ്ലി ചെയ്തതാണ്, ഇപ്പോൾ ചെയ്ത ട്രാൻസാക്ഷൻസ് ആണ്. ഇത്രയും ട്രാൻസാക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എടുക്കുക. അതിനുശേഷം വ്യൂ ബ്ലോക്ക് എക്സ്പ്ലോറർ എന്നുള്ള ഭാഗത്ത് സ്റ്റാറ്റസിൽ ഭാഗത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് മെറ്റാമാസ്ക് വന്നിട്ട് ജസ്റ്റ് അഡ്രസ്സ് നിങ്ങൾ എന്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഉണ്ടല്ലോ ഈ സെർച്ച് ബാറിൽ നിങ്ങൾ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് ഇവിടെ വരും. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സിൽ എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ഞാൻ നിയർലി ഏകദേശം ഉണ്ടല്ലേ, ഇപ്പോൾ ഇവരുടെ ഈ ഡാപ്സിൽ മാത്രം ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൂ. വളരെ കുറഞ്ഞ ഫീ ആയിട്ടുള്ളൂ എനിക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഇതിൽ ഏകദേശം ഇത്ര എമൗണ്ടിൻ്റെ ഒരു എതേറിയ ഉണ്ട്, അല്ലാതെ വേറെ ടോക്കൺസും കാര്യങ്ങളൊന്നുമില്ല. സോറി, വേറെ ടോക്കൺസിൽ അത്ര എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. മറ്റ് ടോക്കൺസിലുള്ളത് എന്ന് പറഞ്ഞാൽ 14 ടോക്കൺസ് ആണുള്ളത്. അതിൽ മെയിൻലി കൂടുതലുള്ളത് എനിക്ക് USDCയിലാണ് എമൗണ്ട് ഉള്ളത്. മറ്റുള്ളതിലൊക്കെ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഉള്ളൂ. കണ്ടില്ല, മറ്റുള്ള ടാസ്കൊക്കെ 0.2 0.1 അങ്ങനെ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഇതേപോലെ നിങ്ങൾ ഡാപ്സ് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നമുക്ക് മിനിമസ്റ്റിക് ലെവലിൽ നമുക്ക് ഈ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. റീസെൻ്റ്ലി ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 45 ട്രാൻസാക്ഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത സെക്ഷൻ വരുന്നത് നമുക്ക് ഇൻട്രാക്ട് ടാസ്ക് ആണ്, അതായത് അതിൻ്റെ ഒരു പുതിയൊരു ക്യാമ്പയിൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമുക്കൊരു സോണിയം മെയിൻനെറ്റ് ഏർലി ബാഡ് എന്ന് പറഞ്ഞ മറ്റൊരു NFT നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ ഈ NFT അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നിങ്ങൾ എക്സ്ക്ലൂസീവ് NFT ആണ്. സോ നിങ്ങൾ മസ്റ്റായിട്ട് NFT ക്ലെയിം ചെയ്യുക. വളരെ കുറഞ്ഞ ടാസ്കും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരിക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് പുതിയൊരു അക്കൗണ്ട് സൈൻ ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഗാലക്സി ടാസ്കിൻ്റെ പോലെയുള്ളൊരു ടാസ്ക്കാണ്. ഓക്കെ, ഒരു വെബ്സൈറ്റ് ആണ്. ഗാലക്സിയിൽ നമ്മൾ എങ്ങനെ ടാസ്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ സീലയിൽ എങ്ങനെ ടാസ്ക് ചെയ്യുന്നു, അതേപോലത്തെ ഒരു ടാസ്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് സെയിം ലൈക്ക് ഇതേപോലെ പല എയർ ഡ്രോപ്പിൻ്റെ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ടാസ്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇതാദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ സോണിയുടെ ട്വിറ്റർ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 10 XP കിട്ടും. ഓക്കെ, അത് ഞാൻ രണ്ടും കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ പേജ് വിസിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഈ സോണി മെയിൻനെറ്റ് നമ്മളെ ഇതിലോട്ട് മെറ്റാമാസ്കിലോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം വെരിഫൈ ചെയ്യുക. ജസ്റ്റ് ഉണ്ടല്ലേ, ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെരിഫൈ ആയി. അതുപോലെ തന്നെ ഇത് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഇത് വിസിറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ബാക്ക് അടിക്കുക, വിസിറ്റ് ചെയ്യുക, ജസ്റ്റ് വെരിഫൈ ചെയ്യാം. വെരിഫൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ബ്രിഡ്ജ് ഫണ്ട് ടു സോണിയം നെറ്റ്വർക്കിലോട്ട് നമുക്ക് ഞാൻ ഓൾറെഡി ഫണ്ടും കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷൻ ഞാൻ മെയിൻ നെറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ ബ്രിഡ്ജ് ത്രൂ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് നമ്മൾ വെരിഫൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം സ്വാപ്പ് എതേറിയൻ ടു USDCയിൽ ഓൺ കിയോ ഫിനാൻസ്. സോ ഞാൻ കിയോ ഫിനാൻസ് പറയാൻ കാരണം ഈ ഒന്നാമത്തെ കാരണം ഇതാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ടാസ്ക് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ടാസ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അതിലോട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് അതിൽ നിന്ന് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് വെരിഫൈ കൊടുക്കുക. അതിനുശേഷം ഉണ്ടല്ലേ നമ്മളിത് ഇവിടെ ഒരു ടാസ്ക് ഉണ്ട്. ഈ ടാസ്ക് എന്ത് ചെയ്യുക, അവരുടെ ഒരു ട്വിറ്ററിൽ ഒരു
പോസ്റ്റ് നമുക്ക് ഈ ക്യാമ്പയിൻ പോസ്റ്റ് റീട്വീറ്റ് ചെയ്യാനാണ് വെരിഫൈ കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ക്യാപ്റ്റ വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഐ എം നോട്ട് റോബോട്ട് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വെരിഫൈ കൊടുക്കുക. ഓക്കെ, ഇതെല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് ക്ലൈം നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. സോണിയ മെയിൻനെറ്റിലാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഫീ ആണ് നമുക്ക് വരുന്നത്. സോ നിങ്ങൾ എന്ത് കൺഫേം കൊടുക്കാം. അപ്പോൾ ഏതായാലും നമുക്കിന്ന് ഈ ബാഡ്ജ് നമുക്ക് ഇവിടുന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ കണ്ടില്ല, ഓൺ ചെയിൻ റിവാർഡ് ഹാസ് ബിൻ സക്സസ്ഫുള്ളി ക്ലെയിംഡ്. അപ്പോൾ ഇത് മിസ്സാക്കി കളയരുത്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുന്നതോറും നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ നിയർലി 29 ട്രാൻസാക്ഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഞാനിപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ 26 നിങ്ങളോട് പറയുന്ന സമയത്ത് ഇത് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷൻ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സോണിയ മെയിൻനെറ്റിൽ നമുക്ക് സോണിയം ബാഡ്ജ്, അതായത് ഇവിടെ ബാഡ്ജ് ക്ലെയിം ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. സോ നിങ്ങൾ മിസ്സാക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സോണിയം ബാഡ്ജ് ക്ലെയിം ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിലാണ് പെട്ടെന്ന് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.